ആ എന്തിനടേ നമ്മളെ പുള്ളങ്ങളങ്ങ വന്നപ്പോ ആരുടെ അങ്ക കയറി നമ്മുടെ പിള്ളേരോട് പുറപ്പുള കാണിച്ചേ? അതിന്റെ ഒരു KSRTC ഡ്രൈവർ എന്താ പറപ്പുള കാണിച്ചെന്ന് പറയുന്നു. ആര് പിറപ്പ് കാണിച്ചാലും അടിച്ച് കണ്ണ് പൊട്ടിക്കും കേട്ടാ. എന്തിനടേ ഇത്? എന്ത് വേടേ ഇത്? നമ്മുടെ പിള്ളങ്ങള് വണ്ടി വരുമ്പോഴാണേ ഇവരൊക്കെ മറ്റേ കോട്ട കാണിക്കണം. എന്തൊരു കോട്ടയാടേ ഇത്? എന്നിട്ട് പറയണ് ഞാനൊന്നും കാണിച്ചില്ലെന്ന്. ഇവൻ ആരുടെ ഇവൻ? ദാവൂദ് ഇബ്രാഹിം. ഈ പണികളൊന്നും നടക്കില്ല കേട്ടാ. നമ്മുടെ പുള്ളങ്ങള് കാറുകളിങ്ങനെ പറന്നു വരുന്ന സമയത്ത് KSRTC എല്ലാം ട്രെയിൻ മരം മാറ്റിവിട്ടോണം. ഇല്ലെങ്കിൽ എല്ലാം കൂടെ ഞങ്ങൾ അടിച്ച് പരുത്തികളയും കേട്ടല്ലേ. ചാത്തൻ സേവ എന്തടേ നിങ്ങളൊക്കെ വണ്ടികളി? നിങ്ങളുടെ വണ്ടികളി CCTVയുടെ ക്യാമറകളുടെ ഫോട്ടോകൾ എന്തേടേ? ഫോട്ടോയും ഇല്ല, ഒന്നുമില്ല. മോട കാണിക്കല്ലേ, നമ്മൾ ഇടപെടും കേട്ടാ. നമ്മള് നമ്മുടെ ഭർത്താക്കന്മാരെ കണ്ട വരുമ്പോ നിങ്ങള് എന്തരടെ കാണിക്കണേ? എന്റെ വണ്ടിയെ ഞാൻ കാറിന്റെ മേലെ പുറകിൽ വന്നപ്പോ നീ എന്തിനടേ എന്നെ കാട്ടിയത്? ഞാൻ ആരാണെന്ന് നനച്ചടേ നീ? ഞാൻ ഇവിടുത്തെ മേയറടെ. ഇതാരെന്ന് നിനക്കറിയടേ? ഇത് MLA ആണ്. MLA. നിനക്ക് ഞങ്ങളെ മനസ്സിലായില്ലടേ. നിന്നെ വീട്ടിൽ ഇരുത്തി തരടാ, നിന്നെ കാണിച്ചാല്. നീ ഞങ്ങളുടെ മുട കാണിക്കണല്ലേ? നിന്നെ ശമ്പളം മേടിച്ച് എല്ലാം മേടിച്ച് നിന്നെ ശരിയാക്കവിടെ. ഞങ്ങൾ വരുമ്പോ മാത്രം എന്താടേ നിനക്ക് ഇത്ര മുട? പറയണേ. ഞങ്ങൾ വരുമ്പോ ഞങ്ങളുടെ വണ്ടി വരുമ്പോ നിന്റെ KSRTC ഇത് മാറ്റണ്ടേ? നിന്നോട് ഇങ്ങനെ ലൈംഗിക ചേഷ്ടകൾ കാണിക്കുക? നീ ആരെന്ന് നനച്ചടാ എന്നെ? എടാ ഇത് ഞാനടാ. എടാ നിന്നെയൊക്കെ ഭരിക്കുന്നടാ. ഞാൻ വണ്ടിയെ വരുമ്പം നീ മുട കാണിച്ചെന്നെ ലൈംഗിക ചേഷ്ടകൾ കാണിക്കേണ്ട കാര്യം എന്തടേ? എന്റെ ഭർത്താവ് ഇരുന്ന കണ്ടില്ലേടേ? അപ്പൊ നീ മനഃപൂർവ്വം എന്നെ നീ കൊച്ചാണനാക്കിയല്ലടാ, കൊച്ചാണൻ. വിടില്ലടാ, വിടില്ല, നിന്നെ വിടില്ല. നീ എമ്പാടലുകാരനല്ല. നീ എന്തൊരു കോപ്പച്ചാരായാലും നീ വീട്ടിൽ ഇരുന്ന് ശമ്പളം വാങ്ങുക കേട്ടോടാ. തിരുവനന്തപുരം ഭാഷകൾ പറഞ്ഞിട്ട് നീ ഞങ്ങളെയൊക്കെ, ഞങ്ങളും പഠിച്ചടാ തിരുവനന്തപുരം ഭാഷകള്. നീ എന്തിനടേ കാട്ടിയത്? നീ എന്താ പറഞ്ഞ ചാത്തൻ സേവ എന്റെ വണ്ടിയല്ല? എന്റെടാ ഇവിടുത്തെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രികള്? എന്തൊക്കെ പുകലുകളാണ് ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രികൾ വന്ന് പൊലിക്കണത്. ഇപ്പൊ പുകലുകളൊന്നും കാണുന്നില്ല കേട്ടോ. കളി മാറും കേട്ടാ. ഞങ്ങള് ബെല്ലാരിന്ന് ഒരാളെ ഇറക്കുന്നുണ്ട്. മീശയൊക്കെ ഇങ്ങനെ പിരിച്ചു വെക്കുന്ന ഒരാള്. പുള്ളി ഇപ്പൊ ലീവില. പുള്ളി വന്നു കഴിയുമ്പോ എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങള് ക്യാമറയിൽ പൊക്കും. അപ്പൊ കിടന്ന് പിടക്കല്ലേ കേട്ടോ. അന്നേരം പിടച്ചാണ്ടല്ലോ അപ്പൊ ഭയങ്കര പ്രശ്നങ്ങളാ. എന്തിനാടേ നീയൊക്കെ അതേ മാറിയിരിക്കണത്? ഇട്ടിട്ട് പോയിനടേ. എന്തൊരു ട്രോളാടേ. ഇവിടെ മനുഷ്യൻ തലയ്ക്ക് പൊണ്ണു പിടിച്ചിരിക്കുന്ന സമയങ്ങളില് നിങ്ങളൊക്കെ ഉയ്യാരളിക്കുന്നു. നമ്മുടെ വണ്ടിയിലെ ക്യാമറകളുടെ ഫോട്ടോകളൊക്കെ എവിടെയാണ്? ഫോട്ടോകളെല്ലാം പോയാ? ഫോട്ടോകൾ കിട്ടിയിട്ട് ഇനി നമ്മൾ ഇരിക്കുന്നുള്ളു. ഇല്ലെങ്കിൽ നമ്മൾ ഈ പദവികൾ രാജിവെച്ചിട്ട് മീൻ പിടിക്കാൻ പോകും. പുലരേ പൂങ്കോടിയിൽ, അറിയല്ലടേ ആ പാട്ടുകൾ? അത്തരം പാട്ടുകളൊക്കെ പാടി മാനസ മൈനേ മൈനേ വരൂ, മധുരം ചൊല്ലി തരൂ തരൂ, ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ പാടി ഞങ്ങൾ കടപ്പുറത്ത് നടക്കും. മര്യാദയ്ക്ക് കൊണ്ടുപോടേ ഫോട്ടോകള്. വണ്ടി ഓടിച്ച ഡ്രൈവറിന്റെ ഫോട്ടോകളും
അതിനകത്തിരുന്ന് കോട്ടികൾ കാണിച്ച് അവന്റെ ഫോട്ടോകളൊക്കെ കൊണ്ടുവരണേ. ഇല്ലെങ്കിൽ ഞാൻ എന്റെ മന്ത്രിസ്ഥാനം എടുത്ത് ദൂരെ കളയണേ. എന്തായാലും അല്പം കടുപ്പം കൈയായിപ്പോയി കേട്ടാ. ആ പാമ്പിടിച്ച് ചെപ്പക്കാരന്റെ ജോലികളെല്ലാം നിങ്ങൾ തെറിപ്പിച്ച്. പൊന്നോ പൊറുക്കണം കേട്ടാ. എവിടുന്നടേ ഇത്രയും ബുദ്ധികൾ നിങ്ങൾക്ക് വരണത്? എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞ ഉടനെ ക്യാമറകളെല്ലാം പൊളിച്ച് മാറ്റുവാണ്. ഞാൻ എൻ്റെ വീട്ടിൽ ക്യാമറ വെച്ചിട്ടുണ്ട് കേട്ടോ. ആര് വന്നാലും അതെ പിടിക്കും. പക്ഷെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ക്യാമറയും ഇല്ല, ഒന്നുമില്ല. പാവം പിടിച്ചവനായോണ്ട് അവന്റെ ജോലിയും പോയി, അവൻ വീട്ടിൽ ഇരിപ്പായി. നമ്മുടെ മുഖ്യ എന്താ എന്റെ പേരെന്തടേ, എന്താ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയുടെ പേരെന്തടേ? ഗണേഷ് കുമാർ. താങ്കൾ ഈ വീഡിയോ കാണുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് അതിന്റെ കോപ്പികൾ കണ്ടെത്തണം കേട്ടാ. ഇല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളാണ് കേട്ടോ. താങ്കൾ ഒരുപാട് പേരെ വിമർശിക്കുന്ന ഒരാളായോണ്ടാണ്. എത്രയും പെട്ടെന്ന് ആ കോമഡികൾ കണ്ടെത്തിയിട്ട് വേണ്ട നടപടികൾ സ്വീകരിക്കണം കേട്ടോ. മേയർ പറയണ് എന്റെ കാറ് വട്ട വിട്ടില്ലെന്ന്. പക്ഷെ ഞങ്ങളൊക്കെ കണ്ടു കേട്ടാ. CCTV ക്യാമറ ഇല്ലേ, ആ ക്യാമറയ്ക്കകത്ത് ഞങ്ങളെല്ലാം കണ്ട്. വണ്ടി കൊണ്ട് വട്ട വിട്ടിട്ട് ആ ഓടിച്ചിരുന്ന ഡ്രൈവറെ ഇല്ലേ എന്തൊക്കെയോ പറയണ്. എന്താണെന്ന് ഒരു മുഖലും ഇല്ല എൻ്റെ മക്കളെ. തെറ്റാറുടെ ഭാഗത്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും ഇത് വലിയ സംഭവമായിപ്പോ കേട്ടോ. നമുക്ക് നമുക്ക് ഭയങ്കര നാണക്കേടായിപ്പോ കേട്ടോ. നമുക്ക് വലിയ ക്ഷീണമായിപ്പോ. ഒരു ബോഞ്ച് വെള്ളം കുടിച്ചാൽ തീരുന്ന പ്രശ്നമാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. ഇത് ബോഞ്ച് വെള്ളം കുടിച്ചാലും തീരില്ല, സോഡ നാരങ്ങ കുടിച്ചാലും തീരില്ല, സർബത്ത് കുടിച്ചാലും തീരില്ല. അത്ര ചീഞ്ഞ നാരങ്ങ കേസിട്ടായിപ്പോ കേട്ടോ. നമ്മൾ റഹിമിക്കാവുന്നതൊക്കെ പറയുന്നു, ഗോവിന്ദണ്ണം വന്നതൊക്കെ പറയുന്നു. പക്ഷെ ഇതെല്ലാം വലിയ പൂലാണ് കേട്ടോ. അതുകൊണ്ട് ഇതിനെന്തെങ്കിലും പരിഹാരങ്ങൾ കണ്ടിട്ട് ആ ചക്കനെ പെട്ടെന്ന് എന്തെങ്കിലും ജോലിയൊക്കെ കൊടുത്തിട്ട് അവന്റെ കുടുംബങ്ങൾ പുലർത്താൻ അവൻ പൊക്കോട്ടെ. ചീള് കേസടേ വിട്ടേരി, ചീള് കേസ് പോട്ടെ. അപ്പൊ അടുത്ത എപ്പിസോഡ് നമുക്ക് കാണാം കേട്ടോ.